ഇങ്ങനെ പിന്നെ വരുന്നത് നമ്മളിപ്പോൾ ഇവർ തന്നെ ഈ KCയുടെ തന്നെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്, ലാമി പഫ്. അത് ഈ സാധനം ഇവരുടെ ലാമി ബഫ് അല്ലേ? ലാമി ബഫ് ഇത് KCയുടെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ന്യൂട്രീഷൻ്റെ ഇതനുസരിച്ച് കണ്ട ഇത്തരം സാധനങ്ങൾ അതിൽ അടങ്ങിയേക്കുന്നത്. ബഫർ, ഈസ്റ്റ്, വൈറ്റമിൻ D3. വൈറ്റമിൻ D3 ഒക്കെ പശുവിന് അത്യാവശ്യമാണ്. വൈറ്റമിൻ ഇ, ബയോട്ടിൻ, സിങ്ക്, കോപ്പർ. ഈ സാധനം കിട്ടിയാലാണ് അവരെ കാൽവേദനക്കൊക്കെ ഒരു ശമനം ഇതിൽ നിന്നും കിട്ടും. കാൽസ്യം എല്ലാ സാധനവും. പിന്നെ കാൽസ്യം സെപ്പറേറ്റ് വേറെ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ഇത് ഭക്ഷണത്തിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 50 ഗ്രാം വെച്ച് ഡെയിലി കൊടുത്താൽ മതി. അപ്പോൾ ഇതുകൊണ്ട് പിന്നെ ഇത് 70 രൂപയാണ് ഒരു പാക്കറ്റ്. 200 ഗ്രാം അവിടെ നിന്ന് കിട്ടും. 200 ഗ്രാം പാക്കറ്റിന് 70 രൂപക്കാണ് അവർ. അതെ, മാക്സിമം റീറ്റെയിൽ പ്രൈസ് 70 രൂപ. അപ്പോൾ നമ്മൾ ബോക്സ് കണക്കിന് എടുക്കുമ്പോൾ നമുക്ക് ഒരു 5 പാക്കറ്റൊക്കെ ഫ്രീ കിട്ടും. വിലയിൽ എന്തെങ്കിലുമൊക്കെ സെയിൽസ്മാൻ എന്തെങ്കിലുമൊക്കെ അവർ കുറവ് ചെയ്ത് തരും. അത് അവരുടെ കിട്ടുന്ന ബെനിഫിറ്റിൽ അവർ എന്തെങ്കിലും കുറച്ച് ചെയ്ത് തരുന്നതാണ്. അതെ, അപ്പോൾ നമ്മളൊരു ബോക്സ് എടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 50 പാക്കറ്റാണ് ഒരു ബോക്സിൽ വരുന്നത്. അപ്പോൾ 5 എണ്ണം നമുക്ക് അതിൽ ഫ്രീ കിട്ടും. അപ്പോൾ ഇതൊക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൊടുത്ത് നമ്മൾ കറക്റ്റായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവർക്ക് പറയാം. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ പാലിന് നമുക്ക് നല്ല റീഡിങ് കിട്ടും. അവിടെ ഫാറ്റ് കൂടും, അപ്പോൾ നല്ല റീഡിങ് കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് പക്ഷേ എന്നാൽ ഇപ്പം തന്നെ ഇത് നമ്മളിപ്പോൾ സർക്കാർ നമുക്ക് പല ആനുകൂല്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ സൊസൈറ്റിയിൽ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ സൊസൈറ്റി നിലനിർന്നെങ്കിലാണ് നമ്മളുടെ നിലനിൽപ്പാണത്. അപ്പോൾ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുകയും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് സൊസൈറ്റിയിൽ നിന്ന് സർക്കാർ നമ്മൾ ഈ അതായത് മിൽമയെന്നുള്ള ആനുകൂല്യം കിട്ടും. അതുകൂടാതെ തന്നെ മറ്റേ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ക്ഷീരസംരക്ഷണ വകുപ്പിൽ നിന്നൊക്കെ നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ഷീരവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഈ മഴക്കാലം വരുന്നു, അതുമായി ബന്ധപ്പെട്ട് ഇനി മൃഗസംരക്ഷണമോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ഇല്ല. മഴക്കാലത്ത് ക്ഷീരവകുപ്പിൻ്റെ ശരിക്കും കിട്ടേണ്ട, വേനൽക്കാലത്താണ് കിട്ടേണ്ടത്. വേനൽക്കാലത്ത് ചൂട് അധികമായി കഴിഞ്ഞാൽ ഇവരുടെ പാലൊക്കെ പകുതിയായിട്ട് കുറയും. പാല് വളരെ ഭയങ്കര ചൂടല്ലായിരുന്ന. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 4 പ്രാവശ്യമൊക്കെ നമ്മൾ നനച്ചു കൊടുക്കുമായിരുന്നു. മോട്ടർ അടിച്ച് വേനൽ എപ്പോൾ കുളിപ്പിക്കുമ്പോൾ പശുക്കളുടെ തല അധികം കഴിക്കാതിരുന്നാൽ മാത്രം മതി. ശരീരം ശരിക്കും തണുപ്പിച്ചു കൊടുക്കണം. ശരീരം തണുത്തില്ലെങ്കിൽ ഇവർ ഇതായിട്ടുണ്ടെന്ന് ഇവരുടെ മുഴുവൻ ധാതുക്കളും അണപ്പ് വന്നിട്ട് വായിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വായിന്ന് അത് ഇവരെ ധാതുക്കളാണ്, ശരീരത്തിന് ആവശ്യമുള്ള ധാതുക്കളായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പക്കാരവും പിന്നെ അതുപോലെ തന്നെ ഉപ്പൊക്കെ ചേർത്താണ് ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കുക. ഇത് നമ്മൾ അപ്പക്കാരത്ത് ഉപ്പിൽ നല്ലത് അപ്പക്കാരമാണ്. അപ്പക്കാരാണ്. 2 വിലയൊക്കെ ഏതാണ്ട് നിസ്സാര വ്യത്യാസം വരുള്ളൂ. അപ്പോൾ അത് കിലോ കണക്കിന് മേടിച്ചിട്ട് 50 ഗ്രാം വെച്ച് ഇട്ട് കൊടുത്താൽ ഭക്ഷണത്തിൽ കലർത്തി കൊടുത്താൽ അപ്പോൾ ഈ പറഞ്ഞ ആ പോരായ്മകളൊക്കെ അവർ നികത്തുന്നത് കിട്ടും. ഇതാണ്. അപ്പോൾ ഇത് പശുക്കൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 പേരൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള കാലിൻ്റെ വേദന, മുട്ടാലിന് വേദന, അപ്പോൾ എണിക്കാനും നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. ഇത് നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന പേരാണ്. അതെ, ന്യൂറോ B40 എന്നാണ് ഇതിൽ എഴുതിയത്. ഇതിന് ശരി വേറെ കമ്പനിയുടെ ന്യൂറോ B40 എന്ന് പറഞ്ഞിട്ടാണ്. ബി കോംപ്ലക്സിൻ്റെ ഒരു കമ്പനിയുടെ, ഇതൊരു കമ്പനിയുടെ പേരാണ്. അപ്പോൾ ഇത് ഒരു ഡെയിലി ഒരു 10 എണ്ണം വെച്ചിട്ട് ഒരു മാസമൊക്കെ അടുപ്പിച്ചാണ്ട് എല്ലാ പശുക്കൾക്കും തീറ്റയിലൊക്കെ വളർത്തി കൊടുത്താൽ ഒരാൾക്ക് 10 എണ്ണം. നമ്മൾ പറഞ്ഞ പോലെ ഒരു ദിവസത്തിൽ ഒരു നേരം കൊടുത്താൽ നമ്മൾ ഒരെണ്ണം കഴിക്കണത് അവർക്കാവുമ്പോൾ ഒരു 10 എണ്ണം കൊടുക്കണം. അപ്പോൾ ഈ 10 എണ്ണം അത് ഒരു മാസമോ 2 മാസമോ അതാ പശുവിൻ്റെ ഏജ് അനുസരിച്ചാണ്. കൂടുതൽ ഇതൊക്കെ നമ്മളിപ്പോൾ ജനൌഷധി എന്ന് മേടിക്കുന്നതാണ് നിസ്സാര കാശ് വരുന്നത്. 20 പൈസ 30 പൈസയായിട്ട് ഒരു ഇത് 2 സൈസ് ജെല്ലാണ്. 2 ജെല്ലുകളാണ്. കീറ്റോൺ ജെല്ല്, വൈബ്രാക്കൽ ജെല്ല്. ഇത് ഞാൻ കാലങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവർക്ക് എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള, അതായത് ന്യൂട്രീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വൈബ്രാക്കാൽ ജെല്ലും പിന്നെ കീറ്റോണിൽ ജെല്ല്. അത് ന്യൂസ് പാർക്ക് കമ്പനിയുടെ അവരെ കുറച്ചുകൂടി നല്ല സാധനമാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും കൊടുക്കുക. ഇത് കൊടുക്കാൻ കുഴപ്പമില്ല. ഈ സാധനത്തിൽ അടങ്ങിയേക്കണ ഇതിനെ കൊണ്ടാണ് ഇതിങ്ങനെ ഇതിൻ്റെ ഒരുപാട് പ്രോട്ടീൻ സാധനങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് കാണാം.
ഓക്കെ ഓക്കെ ഓക്കെ. ഇത് മാറ്റിയിട്ട് വേണം ഇതിങ്ങനെ അടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. വായിലേക്ക് ഓരോന്നാണ് കൊടുക്കേണ്ടത്. ഒരു പശുവിനെ അപ്പോൾ എന്തോരം കൊടുക്കണം? ഒരു പശുവിൽ ഒരെണ്ണം ഒരു നേരം ഒരെണ്ണാണ്. അത് പ്രസവിക്കാറ പശുവിനൊക്കെ പ്രസവിക്കണ ഉടനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പ്രസവിക്കുന്നതിന് മുമ്പും വേണമെങ്കിൽ കൊടുക്കാം. ബാക്കി ഈ വൈബ്രാക്കിൽ ജെല്ലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പശുക്കൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ എന്ന രീതിക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ എന്ന രീതിയിലുള്ള വൈബ്രാക്കൽ ജെല്ലാണിത്. കാൽസ്യം അടങ്ങിയ ഏറ്റവും കൂടുതൽ സാധനം അടങ്ങിയ ഇതാണ്. അപ്പോൾ അതിൽ ഇത് രണ്ടും രണ്ട് സാധനം, ഒരു കമ്പനി എന്നുള്ള രണ്ട് സാധനമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ബൾക്കായിട്ട് എഴുതാം. ബൾക്കായിട്ട് എടുത്താൽ ഇതെല്ലാം മേടിക്കുമ്പോൾ ഈ പറഞ്ഞാൽ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഒരു ചെറിയ വിലക്കുറവുണ്ടാവും, ഒരു 5 എണ്ണം ഫ്രീ ഒക്കെ കിട്ടും. അപ്പോൾ നമ്മളെന്തായാലും കൊടുക്കാനുള്ളതല്ല. അപ്പോൾ നമ്മൾ ഈ 1-2 മേടിച്ചു എന്ന് വെച്ചുകൊണ്ട് ഈ റീറ്റെയിൽ പ്രൈസിന് മേടിക്കാൻ നമുക്ക് കൊടുക്കാനും മുതലാവില്ല. അവിടെ കൊണ്ടുതരും. അത് പറഞ്ഞാൽ വിളിച്ചപ്പോൾ തന്നെ സാധനമായിട്ട് വരും. പിന്നെ റെഗുലറായിട്ട് കൊടുക്കുന്നത് ഇത് തന്നെ ന്യൂസ് പാർക്കിൻ്റെ തന്നെ ഈ ലിക്വിഡായിട്ടുള്ള സാധനം ഓസ്റ്റോഫോസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഓസ്റ്റോഫോസ് M&M ഉണ്ട്. ഇവർ തന്നെ വേറെ എണ്ണം, അത് കുറച്ച് കൂടിയ ടൈപ്പാണ്. അപ്പോൾ അത് പ്രസവിച്ച ഉടനെ കഴിയുമ്പോൾ അത് കൊടുക്കും. കാൽസ്യം മസ്റ്റാണ്. കാൽസ്യമാണ് ഇവരെ ഇന്ന് കറന്നെടുക്കുന്നത് നമ്മൾ. അപ്പോൾ ചെന്നാലാണ് നമുക്ക് കിട്ടുള്ളൂ. കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാൻ സാധ്യത വളരെ കുറവ്. അപ്പോൾ ഈ ചെറിയ പെല്ലറ്റ് കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് പെല്ലറ്റിൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അവർ ആവറേജ് അതിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് വെച്ചാണ് അത് നമ്മൾ അവർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. അതല്ലാതെ എന്തെങ്കിലും സാധനം വെച്ച് വേറെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ തന്നെ കിട്ടുമല്ലോ. അല്ല അരിത്തവിടെ മറ്റത്തവിടെ ഒക്കെ നീ മേടിച്ചു അങ്ങനെ കൊടുത്താൽ ഇത് മെയിൻ കണ്ടന്റ്, ഇതിലെ മെയിൻ കണ്ടന്റ് ചോളമാണ്. കൊടുത്തു താനാണ്. അപ്പോൾ ഇത് ചേർന്നെങ്കിൽ മാത്രമേ അവർക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുള്ളൂ, പാല് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിനെ മേടിച്ച് വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അത് കൊടുത്ത് ഇതിൽ നഷ്ടമായിട്ട് നമ്മൾ കണക്കൂടേണ്ട കേസില്ല. നഷ്ടമില്ല നമുക്ക് ഒരിക്കലും. ഇത് നഷ്ടമല്ല. അപ്പോൾ ആളുകൾ വിചാരിക്കും ഇതൊക്കെ മേടിച്ചു കൊടുത്ത് എവിടെ നിന്ന് എങ്ങനെ മുതലാക്കാം. പക്ഷെ നേരെ തിരിച്ചാൽ ഇതൊക്കെ കൊടുത്ത് എങ്ങനെ മുതലാക്കാൻ. അപ്പോൾ അത് തെറ്റായ ധാരണ തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സാധനം ഇപ്പോൾ 50 ഗ്രാമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റിന് നമുക്ക് 50 രൂപ ഉണ്ടെങ്കിൽ 50 ഗ്രാം 200 ഗ്രാം ഉണ്ട് ഇതിൽ. അപ്പോൾ 10 രൂപയുടെ സാധനം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 30 രൂപയുടെ പാല് നമുക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ 20 രൂപയുടെ ബെനിഫിറ്റ് അല്ലേ നമുക്ക്. അപ്പോൾ ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിലാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുകയുള്ളൂ. ആരോഗ്യം ഉണ്ടാവും, പാല് നല്ലതായിരിക്കും, മേന്മ ഉണ്ടാവും പാലിന്. അതുപോലെ തന്നെ ഡയറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ റീഡിങ് അനുസരിച്ച് വില കൂടുതൽ കിട്ടും. ഒരുപാട് ആളുകൾ നമ്മളെ പാല് നല്ലതാണെന്നുള്ള ആളുകൾ അന്വേഷിച്ച് ചോദിച്ച് വരും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെയൊക്കെ കൃത്യമായിട്ട് ന്യൂട്രീഷൻ്റെ നിർദ്ദേശപ്രകാരം സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുകയും അവർ സംരക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിലാണ് നമ്മൾ നിലനിന്ന് പോകുന്നത്. അതല്ലാതെ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ഇപ്പോൾ നമ്മൾ കാലത്തും വൈകിട്ടും ഞങ്ങൾ പലപ്പോഴും കാണാൻ പറ്റും. നമ്മുടെ വീട് തൊട്ടടുത്താണ്. അവിടെ കാലത്തും വൈകിട്ടും ഇവിടെ ഫ്രണ്ടിൽ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കണതാണ്. ഇത് ഇങ്ങനെ വന്നും പോയി ഇങ്ങനെ നിൽക്കണം. എത്ര വർഷമായിട്ട് ഇങ്ങനെ വന്നും പോയി? അതിപ്പോൾ ഒരു 10-20 വർഷത്തെ. ഞാൻ പുറത്ത് വേറെ കൊണ്ടുപോയി കൊടുക്കുന്നില്ല, എല്ലാവരും ഇവിടെ വന്ന് മേടിക്കുകയാണ്. അപ്പോൾ അതാണ്ട് ആവറേജ് ഒരു 100 ലിറ്റർ പാലിൽ കൂടുതൽ നമ്മൾ അന്ന് മുതൽ ഇവിടെ കൊടുക്കും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് എറണാകുളത്ത് നിന്നൊക്കെ ഇവിടെ പാലിനുണ്ട്. അതെ അതെ. അപ്പോൾ അവരൊക്കെ വന്നിട്ട് 5-10 ലിറ്റർ ശ്രീമല പഞ്ചായത്തിൽ നിന്ന് അടുത്ത പഞ്ചായത്തിൽ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ ആളുകൾ വന്ന് പാലിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. അല്ല, പാല് തീർന്നാലും പാലുണ്ടോയെന്ന് ചോദിക്കാൻ ആളുണ്ട് അല്ലേ, കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി. അതെ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മൾ നല്ല ശുദ്ധമായ പാല് തന്നെ കൊടുക്കുന്നത്. പിന്നെ തൈരുണ്ട്, തൈരും കൊടുക്കും. അതിൻ്റെ കൂടെ നെയ്യ് ഉണ്ടാവും. അപ്പോൾ നെയ്യൊക്കെ കൊടുക്കും. അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബം അങ്ങനെയുണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൂടിയാണ് പോകും. അപ്പോൾ താങ്ക് യു കേട്ടോ. എന്തായാലും വളരെ ഉപകാരം. ഇക്കയുടെ ഈ സമയം ഞാൻ എനിക്ക് വേണ്ടി ചിലവഴിച്ചത് നന്ദി. ഓക്കെ. അപ്പോൾ ഈ അറിവുകളെല്ലാം പകർന്നതിന് നന്ദി. അപ്പോൾ ഇക്കയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട്. സംശയമുള്ളവർ ഇക്കനെ പലരും വിളിക്കും. അപ്പോൾ താങ്ക് യു.